ഹായ്, എല്ലാവർക്കും ലീഡ്സ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടൈം ടേബിളാണ്. കാരണം ഇന്ന് പുതിയ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. 20-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊക്കെ മാറിയിട്ട് 18-ാം തീയതി തന്നെ തിങ്കളാഴ്ച തന്നെ പരീക്ഷ ആരംഭിക്കുകയാണ്. അപ്പോൾ ടൈം ടേബിളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുക. 10ാം ക്ലാസ്സിന് 18-ാം തീയതിയിൽ ഫസ്റ്റ് പരീക്ഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എക്സാം ആണ് ആദ്യമായിട്ട് വരുന്നത്. രാവിലെ ഇംഗ്ലീഷ് എക്സാം വരുന്നുണ്ട്. അതിന് ശേഷം ഏറ്റവും അടുത്ത് തന്നെ നമ്മുടെ മാത്സിൻ്റെ പരീക്ഷ വരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഇതിനകത്തുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം മറ്റ് ദിവസങ്ങളൊന്നും ദിവസങ്ങളൊന്നും വന്നിട്ടില്ല. ഇംഗ്ലീഷ് കഴിഞ്ഞാൽ നേരെ അടുത്ത് തന്നെ മാത്സ് ആണ്. അതുപോലെ 20-ാം തീയതി ബുധനാഴ്ച ഒന്നാം ഭാഷ പേപ്പർ 1 മലയാളം. അതുപോലെ 21-ാം തീയതി അടുപ്പിച്ച് തന്നെയാണ് പരീക്ഷ വരുന്നത്. 21-ാം തീയതി വ്യാഴാഴ്ച 2 പരീക്ഷകളാണ് 10ാം ക്ലാസ്സിനുള്ളത്. സാമൂഹ്യശാസ്ത്രവും ഉണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം 1:30 തൊട്ട് 3:15 വരെ ഹിന്ദിയും ഉണ്ട്. സോഷ്യലിന് ഒരുപാട് പഠിക്കാനുള്ളതാണ്, ഒരുപാട് ചാപ്റ്ററുകളുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഹിന്ദി വന്നിരിക്കുന്നത്. അതുകൊണ്ട് 10ാം ക്ലാസ്സിലെ കൂട്ടുകാർ എന്ത് ചെയ്യണം? നേരത്തെ സോഷ്യൽ സയൻസ് ഒക്കെ ഒന്ന് പഠിച്ചു തുടങ്ങണം കേട്ടോ. കാരണം നമുക്ക് 20-ാം തീയതി ബുധനാഴ്ച പരീക്ഷ കഴിഞ്ഞിട്ട് മലയാളമാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് സോഷ്യൽ സയൻസും ഹിന്ദിയും ഒരുമിച്ച് പഠിച്ച് തീർക്കാനുള്ള സമയം ഉണ്ടാവില്ല. സ്കൂളുകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ട്യൂഷനൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നേരത്തെ പരീക്ഷകളും കാര്യങ്ങളും റിവിഷനൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓൾറെഡി നിങ്ങൾ പാഠങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പോയിട്ടുണ്ടാവും. പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തുടങ്ങുക. എന്നാൽ മാത്രമേ അന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പരീക്ഷ 2 കൂടി ഒരുമിച്ച് എഴുതാൻ പറ്റുകയുള്ളൂ. ദെൻ അതേപോലെ 22-ാം തീയതിയിലേക്ക് വരുമ്പോൾ ഒന്നാം ഭാഷ പേപ്പർ 2 ആണ്. 10 മണി തൊട്ട് 11:45 വരെയാണ് അതിൻ്റെ സമയം കിടക്കുന്നത്. പിന്നെ നമുക്ക് ശനിയാഴ്ച പരീക്ഷയില്ല. ശനിയും ഞായറും നമ്മുടെ കയ്യിലുണ്ട്. അതിനുശേഷം തിങ്കളാഴ്ച ഫിസിക്സിൻ്റെ പരീക്ഷയാണ് വരുന്നത്. തിങ്കളാഴ്ച ഫിസിക്സിൻ്റെ പരീക്ഷ. ദെൻ ചൊവ്വാഴ്ച നമുക്ക് 2 പരീക്ഷകൾ വരുന്നുണ്ട്. രാവിലെ കെമിസ്ട്രിയും ഉച്ചയ്ക്ക് ശേഷം 1:30 തൊട്ട് 3:15 വരെ ബയോളജീൻ്റെയും പരീക്ഷയാണ് വരുന്നത്. ഓക്കെ, 26-ാം തീയതി തീരുന്ന രീതിയിലാണ് നമ്മുടെ പുതിയ ടൈം ടേബിൾ. അതിനുശേഷം നിങ്ങൾക്ക് സ്കൂളുകളിൽ ഓണാഘോഷവും കാര്യങ്ങളും മറ്റും ഒക്കെ ഉണ്ടാകും. ദെൻ അതേപോലെ തന്നെ 9-ാം ക്ലാസ്സിൻ്റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പരീക്ഷ തന്നെ സാമൂഹ്യശാസ്ത്രമാണ്. ആദ്യത്തെ പരീക്ഷ സാമൂഹ്യശാസ്ത്രം ആയതുകൊണ്ട് തന്നെ നേരത്തെ പഠിച്ചു തുടങ്ങാം. സോഷ്യൽ സയൻസ് ആണ് ആദ്യത്തെ പരീക്ഷ വരുന്നത്. രാവിലെയാണ് പരീക്ഷ വരുന്നത്. പിന്നെ 19-ാം തീയതി നിങ്ങൾക്ക് 2 പരീക്ഷയാണ്. ഒന്ന് ഇംഗ്ലീഷ്, പിന്നെ വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കലാകായിക പ്രവൃത്തി പരിചയം. ബുധനാഴ്ച 2 പരീക്ഷകളാണ് 9-ാം ക്ലാസ്സിനുള്ളത്. ഹിന്ദിയും അതുപോലെ തന്നെ ബയോളജിയും 2 പരീക്ഷകൾ വരുന്നുണ്ട്. 2 പരീക്ഷകൾ വരുന്ന ദിവസങ്ങളുടെ ഏതൊക്കെയാണോ വിഷയങ്ങൾ അതൊക്കെ നേരത്തെ പഠിച്ചു തുടങ്ങുക. ഹിന്ദിയും ബയോളജിയും ഇതിലേതെങ്കിലും ഒരു വിഷയം നേരത്തെ റിവിഷൻ ചെയ്ത് നിർത്തുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് കുറച്ചും കൂടി നന്നായിട്ട് ടെൻഷൻ ഇല്ലാതെ എഴുതാൻ പറ്റും. ദെൻ അടുത്ത നമ്മുടെ മാത്സ് ആണ്. മാത്സ് വരുന്നത് 21-ാം തീയതിയാണ്. ഇതിനിടയ്ക്ക് വേറെ ഗ്യാപ്പുകളൊന്നുമില്ല. അപ്പോൾ മാത്സും ഈ 2 പരീക്ഷയും കഴിഞ്ഞിട്ട് മാത്സ് പഠിക്കാൻ എത്രമാത്രം സമയമുണ്ടാവും എന്നുള്ളത് ഇപ്പോഴേ ചിന്തിക്കണം. അപ്പോൾ മാത്സിനുള്ള റിവിഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ വെള്ളിയാഴ്ച നമുക്ക് 1:30 തൊട്ട് 3:15 വരെയാണ് പരീക്ഷ വരുന്നത്. ഒന്നാം ഭാഷ പേപ്പർ 2. ഓക്കെ, പേപ്പർ 2 ആണ് വരുന്നത്. ദെൻ 2 ദിവസം ലീവ് ഉണ്ട്. 2 ദിവസം ലീവ് ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും തിങ്കളാഴ്ച 2 വിഷയങ്ങളുണ്ട്. രാവിലെ കെമിസ്ട്രിയും ഉച്ച കഴിഞ്ഞ് ഫിസിക്സും. ഓക്കെ, അപ്പോൾ തിങ്കളും ചൊവ്വയും 2 ദിവസങ്ങളിൽ ഏതിനു വേണ്ടി കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തേക്കുക? കെമിസ്ട്രിക്കും ഫിസിക്സിനും വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ദെൻ നമുക്ക് ചൊവ്വാഴ്ച രാവിലെ ഒന്നാം ഭാഷ പേപ്പർ 1 മലയാളം ഫസ്റ്റ് ഇല്ലെങ്കിൽ സംസ്കൃതോ ബാക്കി ഏതാണ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒന്നാം ഭാഷ പേപ്പർ 1 ആണ്. 26-ാം തീയതി രാവിലത്തെ പരീക്ഷ. അതോടുകൂടി നമ്മുടെ ഓണപ്പരീക്ഷ അവിടെ കഴിഞ്ഞു. 8ാം ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റിലാക്സർ ആയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുക. നമുക്ക് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് നിങ്ങളുടെ പരീക്ഷകൾ കൂടുതൽ 8ാം ക്ലാസ്സിൻ്റെ വന്നിരിക്കുന്നത്. ഒന്നാം ഭാഷ പേപ്പർ 1 തിങ്കളാഴ്ച രാവിലെ
ആഫ്റ്റർനൂൺ, സോറി രാവിലെ അല്ല, ആഫ്റ്റർനൂണ് 1:30 തൊട്ട് 3:30 വരെയുള്ള സമയത്ത്. അതേപോലെ തന്നെ ചൊവ്വാഴ്ച ഇംഗ്ലീഷ്, അതും ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ വരുന്നത്. ബുധനാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം 1:30 തൊട്ട് 3:30 വരെയാണ്. ഈ ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ വരുന്നത് കൊണ്ട് രാവിലത്തെ സമയം പരമാവധി എന്ത് ചെയ്യണം, പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം, റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് പഠിച്ച് തീർക്കാണ്ട് പോവുകയല്ല ചെയ്യേണ്ടത്. നമുക്കൊന്ന് റിവൈസ് ചെയ്യാനൊക്കെ ഉള്ള സമയമായിട്ട് രാവിലത്തെ സമയം കണക്കാക്കണം. അതുപോലെ തന്നെ മാത്സ് വരുന്നത് 21-ാം തീയതിയാണ്. 21-ാം തീയതിയാണ് ഈ 9-നും 10-നൊക്കെ, അല്ല 8-നും 9-നും മാത്സ് വരുന്നത്. വെള്ളിയാഴ്ച 2 വിഷയങ്ങൾ വരുന്നുണ്ട്. ഒന്ന് രാവിലെ ആണ് നിങ്ങൾക്ക് ഒരു പരീക്ഷ വരുന്നത്, ബാക്കിയെല്ലാം ഉച്ച കഴിഞ്ഞ് വന്നു. ഇത് രാവിലെയാണ്. രാവിലെ സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷ 10 മണി തൊട്ട് 11:45 വരെയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വെള്ളിയാഴ്ച കലാകായിക പ്രവൃത്തി പരിചയം പിന്നെ എക്സാം ഉണ്ടായിരിക്കും. അതുപോലെ ഇനി ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ചത്തേക്ക് വന്നു കഴിഞ്ഞാൽ 1-ാം ഭാഷ പേപ്പർ 2-ൻ്റെ പരീക്ഷയാണുള്ളത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 1:30 തൊട്ട് 3:45 വരെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിൻ്റെ പരീക്ഷയാണ് ഉണ്ടായിരിക്കുക. അതായത് നേരത്തെ പറഞ്ഞതിൽ ഉപരി 28-ാം തീയതി 29-ാം തീയതി പരീക്ഷ തീരുമെന്നതിലുപരി 26-ാം തീയതി തീരുന്ന രീതിയിലാണ് പുതിയ ടൈം ടേബിൾ വന്നിട്ടുള്ളത്. അപ്പോൾ ടൈം ടേബിളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, നേരത്തെ തുടങ്ങുക. അതിന് വേണ്ടിയിട്ടാണ് ടൈം ടേബിൾ നിങ്ങൾക്ക് നേരത്തെ തരുന്നത്. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി തയ്യാറെടുത്ത് നല്ല കോൺഫിഡൻസോടുകൂടി പരീക്ഷ എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്.